നേരത്തെ പറഞ്ഞത് ഈ മൊബൈൽ ഫോൺ KSRTC ബസ്സിൽ ഉപേക്ഷിച്ചു. അത് അവിടുത്തെ KSRTC ഉദ്യോഗസ്ഥന് ലഭിക്കുകയും അത് അവിടുത്തെ സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ കാണിച്ച ബുദ്ധി അല്ലെങ്കിൽ ആ കാണിച്ച നീക്കമായിരുന്നു ഈ കേസിൽ നിർണായകമായി ഉണ്ടായത്. ആ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് ലഭിച്ചത് അവസാനമായി കോൾ വന്നതും അവസാനമായി ഫോൺ ഉപയോഗിച്ചതും ഈ ജയചന്ദ്രൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് നിന്നാണെന്നുള്ള ആയിരുന്നു. ഇങ്ങനെയായിരുന്നു ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഒരു മത്സ്യത്തൊഴിലാളിയായ ജയചന്ദ്രൻ്റെ ബുദ്ധി ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞ് ഈ സിനിമയിൽ പറഞ്ഞതുപോലെ ആയിരുന്നില്ല. ഒരു ക്രിമിനൽ ബുദ്ധി തന്നെയായിരുന്നു ഈ ജയചന്ദ്രൻ ഉണ്ടായിരുന്നത്. ജയചന്ദ്രൻ വിരിച്ചിരുന്ന വലകൾ അല്ലെങ്കിൽ വിരിച്ചിരുന്ന മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ആഴത്തിൽ കുഴിയെടുത്ത് കോൺക്രീറ്റ് ഇട്ട് മൂടുകയായിരുന്നോ? എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ്, ഏത് തരത്തിലാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? നിലവിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തി ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഭാഗത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. അത് മൃതദേഹം തന്നെ പുറത്തെടുത്തതിന്റെ ഭാഗമായാണ്. നിലവിൽ മൃതദേഹം കണ്ടെത്തിയ ഭാഗം ഇപ്പോൾ പുറത്തെടുക്കുന്ന നടപടികളാണ് അന്വേഷണ സംഘം സ്വീകരിക്കുന്നത്. ഫോറൻസിക്കിന്റെ കൂടി സാന്നിധ്യത്തിലാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധന ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും നിർണായകമായ വിവരമാണ്. നമുക്കറിയാം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ വന്ന വാർത്ത മൃതദേഹം ഇത്തരത്തിൽ സമീപത്തെ വീട്ടിൽ മറവ് ചെയ്തു എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുന്നതിന്റെ ഭാഗമായി ജയചന്ദ്രനെ വീട്ടിലേക്ക് എത്തിച്ചു. ഈ വീട്ടിലെത്തിയ സമയത്താണ് ഇതിലൊരു വഴിത്തിരിവുണ്ടാകുന്നത്. മൃതദേഹം ഇത്തരത്തിൽ വീടിന് പുറകിലെ ഒരു ഒഴിഞ്ഞ പറമ്പിലാണ് മറവ് ചെയ്തത് എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് ജയചന്ദ്രൻ നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒഴിഞ്ഞ പറമ്പിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. അത് ഫലമായി തന്നെ എന്ന് പറയാം. കാരണം അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും അത് പുറത്തെടുക്കുന്ന നടപടികളാണ് അന്വേഷണ സംഘം സ്വീകരിക്കുന്നത്. ആ ഭാഗം കെട്ടിമറച്ചത് കൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു കറുത്ത മറ കൊണ്ട് ആ ഭാഗം, ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന ഭാഗം മറച്ചു വെച്ചിരിക്കുകയാണ്. അതിനുള്ളിലാണ് ഈ മൃതദേഹം ഉൾപ്പെടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് പുറത്തെടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘം സ്വീകരിച്ചു വരുന്നത്. സുജയ, ശരത്ത്, ഇപ്പോൾ ആ മൃതദേഹം പുറത്തെടുക്കുന്നതിനായിട്ടുള്ള ഫോറൻസിക് സംഘത്തിന്റെ അടക്കം പരിശോധനകളും നടക്കുകയല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിൽ മൃതദേഹം പുറത്തെടുത്ത് ഫോറൻസിക്കിന്റെ പരിശോധന ഇവിടെ നിന്ന് തന്നെ പ്രാഥമിക പരിശോധന നടക്കും. ശേഷമായിരിക്കും മൃതദേഹം വിശദമായ പരിശോധനയ്ക്ക് കൊണ്ടുപോവുക. മാത്രമല്ല, സാമ്പിൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് രീതിയിലായിരുന്നു ഈ കൊലപാതകം എന്നുള്ളതാണ്. നേരത്തെ ജയചന്ദ്രൻ നൽകിയ മൊഴി പ്രകാരം തലയ്ക്ക് ഇത്തരത്തിൽ സ്പാനർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്, പ്ലെയർ ഉപയോഗിച്ചത്. ആ രീതിയിൽ ആ ആയുധം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പ് നടപടികളും ഈ മൃതദേഹം പുറത്തെടുത്ത ശേഷം അത്തരം നടപടികളും പുരോഗമിക്കും. ആദ്യഘട്ടത്തിൽ വീട്ടിലെത്തി വിശദമായ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ തെളിവെടുപ്പ് നടപടികൾ നടത്തിയതാണ്. വീട്ടിനുള്ളിൽ ഒരു മുറിയിൽ വെച്ചാണ് ഈ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത്. തുടർന്ന് ഇവരെ ഇത്തരത്തിൽ ഈ വിജയലക്ഷ്മിയുടെ മറ്റൊരു ആൺ സുഹൃത്ത് ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടു. അതിന്റെ ഭാഗമായി വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒടുവിലാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അന്ന് രാത്രി തന്നെ ഈ മൃതദേഹം ഈ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘവും മനസ്സിലാക്കുന്നത്. അതെങ്ങനെയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജയചന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിക്കും. പ്രധാനമായും ഈ പ്രദേശം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട പ്രദേശമല്ല. നിരവധി വീടുകൾ ഈ പരിസരത്തൊക്കെ തന്നെയുണ്ട്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾക്കിടയിൽ എങ്ങനെ ഇത്രയും എളുപ്പം ഒരു മൃതദേഹം മറവ് ചെയ്യാൻ ജയചന്ദ്രന് സാധിച്ചു? ഒരു കുഴിയെടുക്കാൻ തന്നെ അത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ ഈ മൃതദേഹം ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്ന ഭാഗത്തിന് തൊട്ട് ചേർന്ന് തന്നെ ഒരു വീടുണ്ട്. തൊട്ട് ചേർന്ന് തന്നെ 2 വീടുകളുണ്ട്. ആ വീടുകളൊക്കെ തന്നെ ആളുകളും ഉള്ളതാണ്. അത്തരത്തിൽ ഈ രാത്രി കാലത്ത് എങ്ങനെ ഒരു കുഴിയെടുക്കാൻ സാധിച്ചു? എങ്ങനെ ഒരാളുടെ മൃതദേഹം മറവ് ചെയ്യാൻ ഇത്രയും എളുപ്പം, അല്ലെങ്കിൽ ആരും കാണാതെ ആ രീതിയിലൊരു കൃത്യം ചെയ്യാൻ ജയചന്ദ്രന് സാധിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അക്കാര്യം ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യും. എത്ര മണിക്കാണ് ഈ കൊലപാതകം നടന്നത്? എത്ര മണിക്കാണ് മൃതദേഹം ഇവിടെ മറവ് ചെയ്തത്? മാത്രമല്ല, നേരത്തെ നമ്മൾ ഈ സമീപത്തെ വീട്ടിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു സാരി കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ വിജയലക്ഷ്മിയുടെ സാരിയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അക്കാര്യവും ഫോറൻസിക് സംഘം പരിശോധിക്കും. അവിടെ എത്തിയും തെളിവുകൾ ശേഖരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജയ.